ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെ, എനിക്ക് പത്മാവതി മാഡത്തിനൊന്ന് കാണണം. സത്യം പറഞ്ഞ അവരൊരു ദേവിയാ. ആ ദേവിയെ തൊഴുവാനാ കാണണമെന്ന് പറഞ്ഞത്. അതിനെന്താ, കാണാലോ. മോളുടെ അമ്മയെ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ക്ഷണിച്ച അമ്മ വരുമല്ലോ അല്ലേ? അതെന്ത് ചോദ്യ പ്രിയജി? എന്റെ അമ്മ ഒരു പാവ. വിളിച്ച അപ്പൊ തന്നെ സന്തോഷത്തോടെ ഓടി വരും. എന്നാ പിന്നെ രാജുമോനോട് പറഞ്ഞാ മതി, അവൻ പോയി പത്മാവതി മാഡത്തിനെ കൂട്ടിക്കൊണ്ടുവരും. അമ്മേ, എന്താ? ആ മൂട്ട എവിടെ ഉരുണ്ടുരുണ്ട് നടക്കൂല്ലേ, മുണ്ടക്കൽ കൊച്ചമണി. ശരിയാണല്ലോ, അവരുടെ കാര്യം ഞാൻ മറന്നുപോയി. ആ നാശം ഇവിടെ ഉള്ളപ്പോ പത്മാവതി മാഡത്തിനെ ഇങ്ങോട്ട് വിളിക്കണ്ട. അവര് അംബികയുടെ ഏജന്റ് ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഞാൻ അമ്മന്ന് വിളിക്കട്ടെ. മോളെ, അമ്മ അമ്മ എന്തെടുക്കുക? ഞാൻ എന്ത് ചെയ്യാനാ മോളെ, ഞാനിവിടെ എന്റെ ജോലികളായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ നിന്നെ ഇങ്ങനെ ഓർത്തോണ്ട് ഇതെല്ലാം ചെയ്യുന്ന. ഞാനിവിടെ രാധമ്മയായും പ്രിയച്ചിയായും അമ്മയുടെ കാര്യം സംസാരിക്കുകയായിരുന്നു. ആഹാ, ഇവർക്ക് രണ്ടുപേർക്കും അമ്മയെ കാണണമെന്ന്. അതിനെന്താ മോളെ, നമുക്ക് കാണാലോ. എനിക്കും അവരെ കാണണമെന്നുണ്ട്. പക്ഷേ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ടെന്നാ ഇവരുടെ അഭിപ്രായം. ഇതിനകത്ത് ആ അംബികയുടെ ഏജന്റ് ഉണ്ട്. പൊന്നുമോളെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒന്നും വേണ്ട. നിനക്കും രാജുവിനും കുഴപ്പം വരുന്ന ഒരു കാര്യവും തൽക്കാലം വേണ്ട. എല്ലാവർക്കും പരസ്പരം കണ്ടുമുട്ടാനും സ്നേഹിക്കാനുള്ള അവസരം ദൈവമായിട്ടുണ്ടാക്കി തരും. അതുവരെ കാത്തിരിക്കാം. ശരി അമ്മേ, ഞാൻ രാധമ്മയ്ക്ക് ഫോൺ കൊടുക്കട്ടെ? ഇപ്പൊ വേണ്ട മോളെ. രാധമ്മ എനിക്ക് നേരിട്ട് തന്നെ കാണണം. എന്റെ മോളുടെ മറ്റൊരമ്മയല്ലേ, ഞാൻ കണ്ടോളാം. അത് മതി. ശരി അമ്മേ. അമ്മയ്ക്കും നിങ്ങളെ കാണണമെന്ന് ആഗ്രഹം. പക്ഷെ എന്താ ചെയ്യാ? ഈ വൃത്തികെട്ട തള്ളയെ എവിടുന്ന് പുകച്ച് ചാടിക്കാൻ എന്താ അമ്മ ഒരു വഴി? അത് ഉടുമ്പിന്റെ ജന്മം മോളെ, പിടിവിടില്ല. ഋതുമോളെ, എന്താ ചേച്ചി? വർമ്മ സാറും മോളുടെ അമ്മയും എന്തെങ്കിലും ഒന്നാവോ? ആ ഒരു നല്ല കാഴ്ച നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമോ? അതിന് പോസിബിലിറ്റി തീരെ കുറവാ പ്രിയച്ചി. അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമൊക്കെ തന്നെയാ. പക്ഷെ മുറിവേറ്റ മനസ്സല്ലേ അമ്മയുടേത്. തിരുത്താൻ തയ്യാറാകാത്ത തെറ്റിദ്ധാരണകളാ അച്ഛന്. എന്ത് ചെയ്യാൻ പറ്റും? അകലെ